രൂപേഷ്, ഈ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ട് കുറച്ചായല്ലോ. ഈ ഒരുപാട് രൂപയുടെ ആസ്തിയുള്ള ആളാണ് കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 16 കൊല്ലം മുൻപാണ് ബിന്ദുവിനെ കാണാതായത്. പക്ഷേ ബിന്ദുവിൻ്റെ ഈ കാര്യത്തിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ സെബാസ്റ്റ്യൻ ബിന്ദുവിന് കുറേ സഹായം ചെയ്തു കൊടുത്തിരുന്നു. അവിടെ ചില കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ബിന്ദുവിന് സ്ഥലം കിട്ടാൻ വേണ്ടി സഹായിച്ചു. പിന്നീട് സഹോദരനിൽ നിന്ന് ഈ സ്ഥലമൊക്കെ ബിന്ദുവിന് വാങ്ങിക്കൊടുത്തെങ്കിലും അതിനുശേഷം ഈ സ്ഥലം പിന്നീട് മറിച്ചു വിറ്റതായി സഹോദരൻ മനസ്സിലാക്കുന്നു. ബിന്ദുവിൻ്റെ തിരോധാനം ഉണ്ടാകുന്നു. അതിനുശേഷമാണല്ലോ അല്ല അന്വേഷണമൊക്കെ നടക്കുന്നത്. ഈ സെബാസ്റ്റ്യനാണ് ബിന്ദുവിൻ്റെ തിരോധാനത്തിന് പിന്നിൽ എന്ന് ആക്ഷൻ കൗൺസിൽ സംശയിക്കുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇക്കാലം കൊണ്ട്? നമസ്കാരം. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ബിന്ദുവായിട്ട് എന്ന് മാത്രമല്ല, ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള സ്ത്രീകളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് അവരുടെ സ്വത്തുവകൾ തട്ടിയെടുക്കുന്ന ഒരു ശൈലിയാണ് സെബാസ്റ്റ്യൻ നമ്മൾ ഏറ്റവും അവസാനം മിസ്സിംഗ് ആയിട്ടുള്ള ആളിൽ വരെ കണ്ടിരിക്കുന്നത്. ഈ ബിന്ദുവിൻ്റെ കോടിക്കണക്കിന് വില വരുന്ന വസ്തുക്കൾ, അത് എറണാകുളത്ത് ഇടപ്പള്ളിയിലും പാലാരിവട്ടത്തും അടക്കമുള്ള ഏക്കർ കണക്കിന് ഭൂമികൾ, അത് വ്യാജ രേഖകൾ ചമച്ചുകൊണ്ടാണ് ഈ സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയത്. ഇതിൽ 100% നമുക്ക് പറയാം ബിന്ദു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ സെബാസ്റ്റ്യന് കൃത്യമായ ഇതിൽ ഇടപെടലുണ്ട്. അതിന് നിരവധി സാക്ഷിമൊഴികളും പുതിയ വെളിപ്പെടുത്തലുകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ ആദ്യഘട്ടം മുതലുള്ള ഒരു അലംഭാവമാണ് സംഘത്തിന്റെ പരിശോധനകളുടെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ബിന്ദുവിന്റെ സഹോദരൻ പ്രവീണും അവർ രണ്ടുപേരാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ ബിന്ദുവിന്റെ അച്ഛന്റെ സ്വത്ത് ബിന്ദുവിന് കിട്ടുന്ന തരത്തിൽ ഈ കൃത്രിമം നടത്തിയ രേഖകളിൽ കൃത്രിമം നടത്തി ബിന്ദുവിനെ സഹായിച്ചയാളാണോ ഈ സെബാസ്റ്റ്യൻ? പിന്നീട് ബിന്ദുവിന്റെ സ്വത്ത് സെബാസ്റ്റ്യൻ തട്ടിയെടുക്കുകയും അതിന് തൊട്ടു പിന്നാലെ ബിന്ദു അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇങ്ങനെയാണോ ആക്ഷൻ കൗൺസിൽ മനസ്സിലാക്കിയത്? അതെ 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 ബിന്ദുവുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു. ബിന്ദുവിനെ സഹായിക്കാനെന്ന വ്യാജേന ബിന്ദുവുമായി അടുപ്പമുണ്ടാക്കി. തുടർന്ന് ബിന്ദുവിൻ്റെ ഈ സ്വത്തുവകകൾ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് അത് തട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ സെബാസ്റ്റ്യൻ ഇത്തരത്തിൽ ചെയ്ത ശേഷം പിന്നീട് അവരെ വകവരുത്തുക എന്ന ശൈലിയാണ് ചെയ്തു പോന്നിട്ടുള്ളത്. അല്ല, പക്ഷെ അതിന് തെളിവൊന്നും ഉണ്ടായിട്ടില്ലല്ലോ രൂപേഷ്. അതായത് സെബാസ്റ്റ്യൻ ഇങ്ങനെ ആരെങ്കിലും കൊല ചെയ്തു എന്ന് ഏതെങ്കിലും ഒരു അന്വേഷണത്തിൽ കണ്ടെത്തുകയോ തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അല്ല, അതിൽ നിരവധി സംഭവങ്ങളുണ്ട്. ഈ ബിന്ദുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ദുരൂഹതകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സെബാസ്റ്റ്യൻ്റെ മുഖ്യ സഹായിയായിട്ട് നിന്ന ഒരു ഓട്ടോ ഡ്രൈവറുണ്ട്, മനോജ്. അദ്ദേഹം ഈ അന്വേഷണ ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യപ്പെടുകയുണ്ടായി. അത്തരത്തിൽ ഈ മനോജിൻ്റെ തന്നെ ഈ സെബാസ്റ്റ്യനുമായി അടുപ്പമുള്ള ഒരു ദാസൻ എന്ന് പറയുന്ന ആൾ ആത്മഹത്യ ചെയ്യപ്പെട്ടു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ബിന്ദുവിന്റെ തിരോധാനത്തിൽ ഞാൻ ചോദിക്കുന്നത് രൂപേഷ്, ബിന്ദുവിന്റെ തിരോധാനത്തിൽ ഈ 68 വയസ്സുകാരനായ സെബാസ്റ്റ്യൻ ഇതിൽ ഭാഗമായിരുന്നു, ഇതിൽ അയാൾക്ക് പങ്കുണ്ട് എന്ന് ആക്ഷൻ കൗൺസിൽ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു വ്യക്തമായൊരു ഉത്തരം തരൂ. അതിന് തീർച്ചയായിട്ടും പറയാം. ഈ ബിന്ദുവിൻ്റെ സ്വത്തുവകൾ വ്യാജരേഖകൾ ചമച്ച് ഇദ്ദേഹം കൈമാറ്റം ചെയ്യുന്ന തെളിവുകളുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ വകുപ്പിലെയും ഈ ബിന്ദു എന്ന വ്യാജേന മറ്റൊരു സ്ത്രീയെ രജിസ്ട്രേഷൻ വകുപ്പിൽ ഇതിൻ്റെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയതിനൊക്കെ തെളിവുണ്ട്. നിരവധിയായ ആളുകൾ ഇതിൽ പ്രതിയേർക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, അത് നേരത്തെയും ബിന്ദുവിന് അനുകൂലമായി ഈ സ്ഥലം കിട്ടാൻ വേണ്ടിയും സെബാസ്റ്റ്യൻ വ്യാജരേഖ ഉണ്ടാക്കിയതിന്റെ പേരിൽ അയാൾ അറസ്റ്റിലായതൊക്കെയാണല്ലോ. പക്ഷേ ബിന്ദുവിന്റെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണെന്ന് പറയാനുള്ള എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? ബിന്ദു ഇപ്പോൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഈ അസ്ഥിയാണ് ഇപ്പോൾ, അതിനെക്കുറിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ബിന്ദുവിന്റെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? പിന്നെ അന്വേഷണത്തിലെ ചില പാകപ്പിഴകളെ കുറിച്ച് താങ്കൾ നേരത്തെ പറയാൻ വന്നു, അതും പറയൂ. ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ ആത്മഹത്യ ചെയ്യപ്പെട്ട മനോജിൻ്റെ ഓട്ടോയിലാണ് ഈ ബിന്ദുവും സെബാസ്റ്റ്യനും അടക്കം സഞ്ചരിച്ചിരുന്നത്.
അതിന് നിരവധിയായ അതിൽ സാക്ഷിമൊഴികളും പുതിയ വെളിപ്പെടുത്തലിലും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. സെബാസ്റ്റ്യനുമായിട്ടാണ് ബിന്ദു അടുത്ത് ഇടപഴകിയിരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഉറപ്പിച്ചു പറയാം, സെബാസ്റ്റ്യൻ അറിയാതെ അല്ലെ സെബാസ്റ്റ്യൻ്റെ കൂട്ടാളികൾ അറിയാതെ ബിന്ദുവിനൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അന്വേഷണ ഘട്ടത്തിലെ കാര്യങ്ങൾ, അന്വേഷണത്തിലേക്ക് വന്ന ആദ്യഘട്ടം മുതൽക്ക് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, അത് DYSPയും SP അടക്കമുള്ള ആളുകൾ, അവർ ഇത് അട്ടിമറിക്കുന്നതിന് വേണ്ടി പലവിധ സഹായങ്ങൾ സെബാസ്റ്റ്യനിൽ നിന്ന് കൈപ്പറ്റി അവർ ഇത് അന്വേഷണം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായി.